വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കടബാധ്യതകളെക്കുറിച്ച് അറിയില്ലെന്ന് അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴി. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ലെന്നും റഹീമിന്റെ മൊഴി. അബ്ദുൾ റഹീമിന്റെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മൊഴിയെടുക്കുക. അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ച് മാതാവ് ഷമി ഇന്നും മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ്. കമലേഷ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പിതാവിന്റെ മൊഴി, അതായത് ഇത്ര വലിയൊരു സാമ്പത്തിക ബാധ്യത അഫാൻ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിശദമായ മൊഴി ഇന്ന് വൈകുന്നേരമേ രേഖപ്പെടുത്തുകയുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മകന്റെ ആക്രമണം മറച്ചുവെച്ചാണ് ഇന്നും അമ്മ സംസാരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നടന്ന വലിയ ക്രൂരതയെക്കുറിച്ച് പൂർണ്ണമായിട്ടും അവർക്ക് അറിവുണ്ടാവുകയില്ല, ആശുപത്രിയിൽ കഴിയുന്നതിനാൽ തന്നെ. എങ്കിൽ പോലും കേസിന്റെ മുന്നോട്ടുള്ള നീക്കിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ ഈ മൊഴി വളരെ നിർണായകമാവുകയും ചെയ്യും. മനു, തീർച്ചയായും ഈ രണ്ട് മൊഴികളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇതിൽ ഒന്ന്, ഈ അഫാന്റെ പിതാവ് റഹീം നൽകിയ മൊഴി എന്ന് പറയുന്നത് പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയാണ്. ഇന്നലെ വൈകിട്ടോട് കൂടി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയാണത്. അതോടൊപ്പം ഈ മാതാവ് ഷമിയുടെ മൊഴി മജിസ്ട്രേറ്റ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ പോലീസിന് ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് ചില അവ്യക്തതകൾ ഈ മൊഴിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മൊഴി ഇന്ന് വിശദമായ മൊഴി റഹീമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്താനിരിക്കുകയാണ്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് റഹീമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഉച്ചയോടുകൂടി റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിനോട് റഹീം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ കുടുംബത്തെ അതായത് തന്റെ ബാധ്യതകൾ സംബന്ധിച്ച് കുടുംബത്തെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് കുടുംബത്തെ അല്ല, അഫാനെ അടക്കം തന്റെ ബാധ്യതകൾ അറിയിച്ചിരുന്നില്ല, അതിൽ എന്തെങ്കിലും പരിഹാരം കാണണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അഫാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ അഫാനും കുടുംബവും, അതായത് റഹീമിന് വിദേശത്തുണ്ടായിരുന്ന കടബാധ്യതയേക്കാൾ കൂടുതൽ ഏതാണ്ട് അതുപോലെ തന്നെയുള്ള കടബാധ്യത ഈ കുടുംബവും അഫാനും ഇവിടെ നാട്ടിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തെ ഇത്ര വലിയ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ അഫാന് ഇത്രയധികം കടബാധ്യതയുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് റഹീം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാൻ അവിടെ തനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നൊരു മൊഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലടക്കം, അതായത് ഈ അഫാൻ പ്രതി പറഞ്ഞിട്ടുള്ളത് പിതാവിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പല ഇടങ്ങളിൽ നിന്നായി കടം വാങ്ങുകയും വലിയ ബാധ്യതയിലേക്ക് കുടുംബം പോവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇവർ മരിക്കാൻ തീരുമാനിച്ചത് എന്ന മൊഴിയാണ് അഫാൻ നൽകിയിട്ടുള്ളത്. അത് സ്വാഭാവികമായും അഫാൻ അങ്ങനെ ഒരു മൊഴി നൽകണമെങ്കിൽ റഹീമിന്റെ ബാധ്യതയെക്കുറിച്ച് അഫാന് ബോധ്യമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണം എന്നതൊക്കെയാണ് പോലീസ് ചിന്തിക്കുന്നത്. എന്നാൽ റഹീം പറഞ്ഞതാണോ അതോ അഫാൻ പറഞ്ഞതാണോ യാഥാർത്ഥ്യം എന്നത് സംബന്ധിച്ച് ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പോലീസിന്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി റഹീമിനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോകുന്നത്. അതേസമയം മാതാവ് ഷമി നൽകിയ മൊഴി മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ള മൊഴിയാണ്. അതിൽ അവർ ഈ അഫാനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മൊഴി, അതായത് അഫാന്റെ പേര് പറയാത്ത ഒരു മൊഴിയാണ് മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ളത്. അഫാൻ ആക്രമിച്ച വിവരം ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അഫാന്റെ പേര് പറയാതെയാണ് മാതാവ് ഷമി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് കമലേഷ് നൽകിയത്.